ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രം നക്ഷത്രക്കാരുടെ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉത്രം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. വ്യക്തിപരമായിട്ട് അവർക്ക് ഗുണങ്ങളുണ്ട്, എന്നാൽ ജോലി അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം കുറച്ച് ദോഷഫലങ്ങളുമുള്ള സമയമാണ്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു വെടിപ്പും വൃത്തിയും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വ്യക്തിത്വം ഉയരുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾ മേലുദ്യോഗസ്ഥരുമായിട്ടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് കരുതിയിരിക്കുക. മേലുദ്യോഗസ്ഥർ ഈ അഭിപ്രായ വ്യത്യാസവും രൂക്ഷമായിട്ട് ചിലപ്പോൾ ചില പണിഷ്മെൻറ്റുകൾ മെമ്മോയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ പിടിമുറുക്കുന്നതായിരിക്കും. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും നേർവഴിക്ക് സഞ്ചരിക്കുകയില്ല. പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. ബന്ധുക്കളുമായിട്ടുള്ള ധന ഇടപാടുകളിലൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ചിലപ്പോൾ കൊടുത്ത പണം തിരികെ കിട്ടാൻ സാധ്യതയില്ല. ഇത് തിരികെ ചോദിക്കുമ്പോൾ അവരുമായിട്ട് പിണങ്ങേണ്ടതായ കാര്യങ്ങളുണ്ടാവും. ഭാഗ്യദേവതയുടെ കടാക്ഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ഭാഗ്യം ഉന്നതിയിലെത്തും. നിങ്ങൾക്ക് പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ചില രോഗങ്ങളൊക്കെ ശല്യം ചെയ്യുന്നതാണ്. അതുപോലെ മനോവിഷമമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. വിവേചന ബുദ്ധിയോട് കൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് ഈ മാസങ്ങൾ. നിങ്ങൾക്ക് ദേഷ്യത്തെക്കാൾ സങ്കടത്തെക്കാൾ ഒരു യുക്തിബോധം പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാത്തിനെയും യുക്തിപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക എല്ലാ കാര്യങ്ങളിലും. ഇഷ്ടജനങ്ങൾ നീരസമായിട്ട് പ്രവർത്തിക്കാനിടയുള്ള സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥത സുഹൃത്തുക്കളെയൊക്കെ സഹായിക്കേണ്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ആത്മാർത്ഥത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതിന് വിലയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്തതൊക്കെ കടലിൽ കായം കലക്കും പോലെ പോകാമെന്നേ ഉള്ളൂ. എന്നാലും നിങ്ങൾ സഹായിക്കേണ്ടതായിട്ടൊക്കെ വരും. അത് ചെയ്യാതെ പോകാനും നിർവാഹമില്ല. ജീവിതത്തെ മാറ്റിമറിക്കുന്ന അപ്രതീക്ഷിത നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാർച്ച് ഏപ്രിൽ മാസം. നിങ്ങളുടെ ജീവിതം ഒരു ടേണിംഗ് പോയിൻറ്റിലൊക്കെ വന്ന് നിൽക്കും എന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. അതിൽ ഗുണഭാവം ഉള്ള ഫലങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് വ്യക്തിത്വം ഉടലെടുക്കുക, വ്യക്തിപരമായിട്ട് നിങ്ങൾ ഉന്നതിയിലെത്തുക, നിങ്ങൾക്ക് വ്യക്തി വികാസം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് തന്നെ അവിടെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ദോഷഫലങ്ങളിൽ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കുന്നതിനായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണേശ ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുക, ഭഗവാനെ സദാ പ്രാർത്ഥിക്കുക, ഭഗവാന് ഏത്തമിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർവ്വ ദോഷങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ്. സർവ്വതും ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭഗവാൻ നിങ്ങളെ കൈവിടുകയില്ല. ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.